ഇന്നലെ ഗോൾഡൻ ടെമ്പിൾ കണ്ട് നൈറ്റ് കൂർഗിലോട്ട് വന്ന്. അപ്പോൾ കൂർഗി വന്ന് ഇവിടെ ഒരു ഹോം സ്റ്റേയിലാണ് നൈറ്റ് സ്റ്റേ ചെയ്തത്. ഇപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് മടിക്കേരി ഫോർട്ടൊക്കെ കാണാൻ പോവാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഈ ഹോം സ്റ്റേ നല്ല ഹോം സ്റ്റേ ആണ്, നല്ലൊരു നാച്ചുറൽ. ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോ കാണിക്കാം. നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ, നല്ല നല്ല കൂർഗായതുകൊണ്ട് നല്ല തണുപ്പുമാണ്. അത് മാത്രമല്ല നല്ല അറ്റ്മോസ്ഫിയറുള്ള ഒരു ഹോം സ്റ്റേ. എൻ്റെ ഓണറൊക്കെ തൊട്ടിപ്പുറത്ത് തന്നെ അവരുടെ വീട്, അവരിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ്. കൊടകിലെ ഓതൻറ്റിക് കുസിൻ ട്രൈ ചെയ്യാൻ വന്നേക്കുവാണ്. എന്തോ പുട്ടും പന്നിക്കറിയാന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. വരട്ടെ. ഉണ്ട പോലുള്ള പുട്ടാന്നാണ് പറഞ്ഞത്. പോർക്ക് ഒട്ടിയ റൈസ്, ഇതാണ് ഇവിടുത്തെ മെനു. കടമ്പുട്ട്, പാപ്പുട്ട്. ഈ കടമ്പുട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഈ ഉണ്ട പോലെ ഇരിക്കുന്നത്. നമ്മുടെ പുട്ട് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും അത് ഓർഡർ ചെയ്തേക്കണം. കുടിക്കാൻ നമ്മുടെ സാധാ ഇതൊക്കെയാണ്. പാഷൻ ഫ്രൂട്ട് ടീ ഉണ്ട്. മടിക്കേരി ഫോർട്ട് കാണാൻ വന്നിരിക്കുകയാണ്. ഫോർട്ടിനകത്തോട്ട് കയറി ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം പള്ളിയുണ്ട്. ഇവിടെ ദ്വാരപാലകരൊക്കെയാണ്. 12-ാം നൂറ്റാണ്ട് തൊട്ടുള്ള. ഇത് കുബേരയാണ്. അത് വേറെന്താണ്, എന്താ പറയുക, നാണയശേഖരം എന്തൊക്കെയാണ്. ഗണേശ സൂർസീല് ഗണേശ. ദൈവങ്ങളുടെ പ്രതിമയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ബുക്ക് സീലിന് വേണ്ടി വെച്ച് ജെയിംസും ടിപ്പു സുൽത്താനൊക്കെ വെച്ചിട്ടുണ്ട്. വയ്ക്കാൻ വേണ്ടി കുറേ ബുക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവങ്ങൾ തന്നെ കേട്ടോ. എല്ലാം ദൈവങ്ങളുടെ പല രൂപങ്ങളൊക്കെ. ഒടിക്കെട്ടി, ഡാഗർ, അതുപോലെ പഴയ കാലത്തെ കോയിൻസ് മൊത്തം. കിങ് ജോർജ് രണ്ടാമൻ, വിക്ടോറിയ എംപ്രസ്. ഇതെല്ലാം ഫുള്ള് ദൈവം കേട്ടോ. ദേവി, വിഷ്ണു. കാട്ട് ആട്, ഒരു ബുദ്ധൻ്റെ മാസ്കും അതും. പീരങ്കി, ടൈപ്പ് റൈറ്റിംഗ് മെഷീന്, പഴയ കാലത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനും, പ്ലേറ്റ് മോഡൽസ്. അറിയുന്നത് അതൊരു നല്ലൊരു കണ്ടാൽ ഇത് പുലിയുടെ പ്രതിമയല്ല, ഒറിജിനൽ പുലി തന്നെയാണ്. ഒറിജിനൽ പുലിയെ ഒരു വേട്ടയാടി കൊന്നിട്ട് അതിൻ്റെ തൊലിയെടുത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കറക്റ്റ് ഒറിജിനൽ പുലി. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആ ഒറിജിനാലിറ്റിയൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഇത് പണ്ടത്തെ പീരങ്കിയും അതിലെ ഉണ്ടകളൊക്കെയാണ്. പണ്ട് വെയിറ്റ് നോക്കിയ സാധനമാണ് വെയിൻ സ്റ്റോൺ.
തീർത്ഥങ്കരം പിന്നെയും കുറേ ബുദ്ധന്മാർ. തലയിറക്കപ്പെട്ട ബുദ്ധൻ. അഗ്നിക്കിരി തണ്ണു തൂക്കുള്ള ശേഖരം. കാളക്കുമ്പുണ്ട്. രണ്ട് പ്രതിമയൊക്കെ ഉണ്ട്. കൊടോസ് മാജത്തിൻ്റെ എന്തോ ഒരു സാധനം, ട്രെയിനിൻ്റെ സാമ്പിള്. ശിവജിയുടെ ഉണ്ട്. ഇവിടെ ഒരു മെയിൻ ആരോ ഇരുന്നൊരു ചെയർ. ഇവിടെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് കോട്ടയിൽ ആൾക്കാർ വിളിച്ചിട്ട സ്ഥലമാണ് തോന്നുന്നു. പിടിക്കാൻ കിടങ്ങ് പോലത്തെ സാധനമുണ്ട്. അകത്തോട്ടൊക്കെ വേറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഒളിഞ്ഞു വീഴാറായി കുറേയൊക്കെ. ഇതാണ് കിടങ്ങിന് മേലിൽ ചവിട്ടി വേണം വരാനായിട്ട്. ഇതാണ് കോട്ടയുടെ മെയിൻ. നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് ചൂട് വലിയ കാര്യമായിട്ട് അറിയുന്നില്ല, പക്ഷെ നല്ല വെയിലാണ്. ഇവിടെ രണ്ട് ആനയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പീരങ്കിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഇടയ്ക്കുള്ള ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തോ സാധനമുണ്ട്. ഇതുപോലത്തെ സാധനം. ഇത് സൈഡ് ചെയ്തിട്ടുള്ള എന്തപ്പോൾ എന്നാന്ന് മനസ്സിലാകുന്നില്ല. നോക്കാനുള്ള സാധനമായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും വലിയ മതിലുണ്ട്. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പീരങ്കി വെക്കാനുള്ള സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ അകത്തോട്ട് കയറിയിട്ട് ശത്രുക്കളൊക്കെ വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കാനുള്ള സ്ഥലമായിരുന്നു തോന്നുന്നു കണ്ടിട്ട്. അതുപോലെ ഇവിടെ സൈനികർക്ക് ഇരിക്കാനുള്ള ഒളിച്ചിരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സാധനമൊക്കെ ഉണ്ട്. അതല്ല 3 സ്ഥലത്തോട്ട് നോക്കി വെടിവെക്കാനുള്ള സൗകര്യങ്ങളുള്ള ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ സൈനികർക്ക് ഇവിടെ ഫുള്ള് കാണാം. ടൗൺ ഫുള്ള് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കാണാം. ശത്രുക്കളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് പിടയ്ക്കും. അങ്ങനെ ചുറ്റി വന്ന് ഇവിടെ കോട്ട ചുറ്റി വന്ന് കൊള്ളാം. അത്യാവശ്യം നല്ല കോട്ട. അടുത്ത് നടന്നു. അങ്ങനെ കൂർഗിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചിനി മൈസൂർ ചെന്നിട്ട് മൈസൂരിൽ നിന്നാണ് ബസ്സുള്ളത്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ബാംഗ്ലൂരൊക്കെ പോകാമായിരുന്നു. അപ്പോൾ മൈസൂരിൽ നിന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം കൂർഗ് KSRTC ബസ് സ്റ്റാൻഡിനാണുള്ളത്. ഇനി ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ എടുക്കും മൈസൂരെത്താൻ. മൈസൂരിൽ നിന്ന് അവിടുന്ന് 6 മണിക്കാണ് ബസ്. അത് രാവിലെ ആകുമ്പോൾ വീട്ടിൽ ചെല്ലും. എവിടെ ചെന്നാലും മലയാളികളുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഹെൽപ്പിന് 2 മലയാളികളുണ്ട്. ഒന്ന് ഞങ്ങൾ വന്ന ബസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവനിവിടെ അവൻ്റെ അമ്മ മലയാളിയും അച്ഛൻ ഇവിടെ കൊടകുകാരനുമാണ്. അപ്പോൾ അവനെ പരിചയപ്പെട്ടു. അവൻ കുറേ ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ ഞങ്ങളങ്ങോട്ടാക്കി ഓട്ടച്ചട്ട്. പുള്ളി മലയാളം അറിയാവുന്ന ഒരാളാണ്, ഒരു ഹാഫ് മലയാളി എന്ന് പറയാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ പുള്ളിയുടെയൊക്കെ അച്ഛനൊക്കെ കേരളമായിരുന്നു. അപ്പോൾ അവർ അത് കഴിഞ്ഞ് ഇവിടെ സെറ്റിൽഡ് ആയതാണ്. അങ്ങനെ അവരെ കൊണ്ട് കുറേ ഹെൽപ്പായി. പുള്ളിയാണ് ഇന്നലെ
റിസോർട്ടിൽ കൊണ്ട് വിട്ടതെന്ന് തിരിച്ചു കൊണ്ടെന്ന് പറയാം. അങ്ങനെ 3 ദിവസത്തെ കറക്കം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലോട്ട് പോവുകയാണ്. കൂർഗിൽ നിന്ന് ബസ് കയറി. ഭയങ്കര ഇടിയാണ്. 15 മിനിറ്റ് ഇടവിട്ടെന്ത് ബസ്സുണ്ട്, പക്ഷെ എന്നിട്ട് പോലും ഭയങ്കര തിരക്കാണ്. മൈസൂർക്കാണ് പോകുന്നത്. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് മൈസൂരിൽ നിന്ന് തിരിച്ചും പോവാണ് വീട്ടിലേക്ക്. ബസ്സിനാണ്. രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ നാട്ടിലെത്തും. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു.